പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഈ യാത്രയിൽ നാം ഓരോരുത്തരും പലതരം ബന്ധങ്ങളിലൂടെ കടന്നുപോകുന്നു. ചിലത് നമ്മെ സന്തോഷിപ്പിക്കുന്നു, മറ്റു ചിലത് വേദനിപ്പിക്കുന്നു. നമ്മുടെ സ്വന്തം ശക്തിയെയും ആത്മവിശ്വാസത്തെയും എങ്ങനെ തിരിച്ചറിയാം? ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെയും തൻ്റെ ജീവിതത്തിലൂടെയും നൽകിയ ചില അമൂല്യ പാഠങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് ബന്ധങ്ങളുടെ സത്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ വേദനയിലാണെന്ന് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. ചിലർക്ക് നിങ്ങളുടെ ദുർബലതകൾ അറിയണം, അത് മുതലെടുക്കുവാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ എപ്പോഴും ശരിയായ വ്യക്തിയുമായി മാത്രം പങ്കിടുക. അതുപോലെ തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ആളുകളെ തിരിച്ചറിയുക എന്നത്. ചില സമയങ്ങളിൽ ആളുകൾ നിങ്ങളെ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ടാണ്. അവരുടെ ചിന്തകൾക്ക് അനുസരിച്ച് മാറണോ അതോ നിങ്ങളുടെ സത്യത്തിൽ ജീവിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. മൗനത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെയല്ല, മറിച്ച് മൗനത്തിലൂടെയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ആളുകൾ നിങ്ങളുടെ മൗനം മനസ്സിലാക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ വേദന അവർ സ്വയം തിരിച്ചറിഞ്ഞോളും. നിങ്ങൾക്കില്ലാത്ത തനിക്കൊന്നുമില്ല എന്ന് ആരെങ്കിലും ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെക്കാൾ ശക്തനാണെന്ന് തെളിയിക്കേണ്ട കാര്യമില്ല. മറിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാ ബന്ധങ്ങളും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. നിങ്ങളുടെ വികാരങ്ങളെ വിലമതിക്കാത്ത ഒരു ബന്ധത്തെ ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്. ആരെങ്കിലും നിങ്ങളോട് മാറണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാറേണ്ടതുണ്ടോ അതോ അവർക്ക് നിങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക. അടുത്തതായി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് സന്തോഷവും കൃതജ്ഞതയും എന്നത്. കൃഷ്ണവചനം ഇങ്ങനെയാണ്: സംതൃപ്തിയോടെ ജീവിക്കുന്നവനാണ് ഏറ്റവും വലിയ ധനികൻ. കാരണം യഥാർത്ഥ സമ്പത്ത് പണത്തിലല്ല, മറിച്ച് മനസ്സമാധാനത്തിലും കൃതജ്ഞതയിലുമാണ്. എന്താണ് സമ്പത്ത്? നമ്മളിൽ പലരും ഇല്ലാത്തതിനെ കുറിച്ചാണ് ശ്രദ്ധിക്കുന്നത്. എപ്പോഴും മെച്ചപ്പെട്ടതിനായി ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ കൈവശമുള്ളതിനെ നാം വിലമതിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അസന്തുഷ്ടിയും ആകാംക്ഷയും കടന്നു വരുന്നത്. ഉള്ളതിനെ കുറിച്ച് ഓർക്കുക. കുറച്ചു നേരം ഒന്നിന്ന് ചിന്തിച്ചാൽ വീട്, ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, നമ്മൾ എത്രമാത്രം ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആരോഗ്യത്തോടെയുള്ള ഒരാൾക്ക് ഒരു രോഗിയായ കോടീശ്വരന് പോലും വാങ്ങാൻ കഴിയാത്ത ശാരീരിക സുഖവും മാനസിക ശാന്തിയും നേടുവാൻ കഴിയും. ഓരോ ദിവസവും എന്തിനാണ് നന്ദി പറയേണ്ടതെന്ന് ചിന്തിക്കുക. ദിവസം എത്ര കഠിനമായിരുന്നാലും അതിന് നല്ല ചിലതുണ്ടാകും. നിങ്ങൾ ഓരോ രാവിലെയും ഉണരുന്നു, പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഒരു പുതിയ തുടക്കം നേടുന്നു. ഇതിന്റെ അർത്ഥം നിങ്ങൾ ഇതിനകം തന്നെ വളരെ ഭാഗ്യവാനാണ് എന്നതാണ്. അടുത്തതായി അറിയേണ്ട ഒരു കാര്യമാണ് ധൈര്യവും വിവേകവും എന്നത്. ആവർത്തിച്ച് നിങ്ങളെ അവഗണിക്കുന്നവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും അവസരം നൽകുന്നത് നിർത്തുക. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക. ഒരു പരിധി നിശ്ചയിക്കുക. ഒരാൾക്ക് വേണ്ടി അമിതമായി കുനിയുന്നത് നിങ്ങളെ ദുർബലപ്പെടുത്തും. നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് ഭയമില്ലാത്ത ഒരാൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്കും അവരെ നഷ്ടപ്പെടുമെന്ന ഭയമില്ലാതെ ജീവിക്കാം. എല്ലാ വേദനയും നിങ്ങളെ ദുർബലപ്പെടുത്തുവാൻ വരുന്നതല്ല. ചില വേദനകൾ നിങ്ങൾ എത്രമാത്രം ശക്തനാണെന്ന് പഠിപ്പിക്കുവാൻ വരുന്നതാണ്. കഴിഞ്ഞ വേദനയെ മുറുകെ പിടിച്ചിരിക്കുന്നിടത്തോളം പുതിയ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക. ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഈ ഒരൊറ്റ വാക്യത്തിൽ മുഴുവൻ ജീവിതവും ഒളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പ്രവർത്തിക്കുകയും ഫലത്തെക്കുറിച്ചുള്ള ആശങ്ക ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകും. ഈ ശാന്തമായ മനസ്സിൽ നിന്നുള്ള ശുദ്ധമായ കർമ്മമാണ് ശാശ്വതമായ വിജയത്തിലേക്ക് നയിക്കുന്നത്. മനസ്സിനെ ജയിക്കുക. മനസ്സിനെ ജയിച്ചവന് ലോകത്തെ ജയിക്കേണ്ട ആവശ്യമില്ല. ശാന്തതയാണ് മനസ്സിനെ ജയിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി. മാറ്റമില്ലാത്ത സത്യങ്ങൾ എന്നതിനെക്കുറിച്ചാണ് അടുത്തായി പറയാൻ പോകുന്നത്. ശ്രീകൃഷ്ണൻ പറയുന്നു, ജീവിതത്തിൽ വരുന്ന ഒരു സാഹചര്യവും സ്ഥിരമല്ല. സുഖം, ദുഃഖം, വിജയം, പരാജയം ഇതെല്ലാം ക്ഷണികമാണ്. രാത്രിക്ക് ശേഷം പകൽ വരുന്നത് പോലെ കഠിനമായ സമയവും കടന്നുപോകും. ജീവിതത്തിൽ മാറ്റം നിശ്ചിതമാണ്. സന്തോഷ നിമിഷങ്ങൾ എപ്പോഴും നിലനിൽക്കില്ല, അതുപോലെ ദുഃഖ നിമിഷങ്ങളും. ഈ സത്യം മനസ്സിലാക്കുന്നയാൾക്ക് ഏത് സാഹചര്യത്തിലും ശാന്തമായി ഇരിക്കുവാൻ കഴിയും. നിങ്ങൾ സ്വയം പ്രാധാന്യം നൽകുന്നതുവരെ മറ്റുള്ളവർ നിങ്ങളെ നിസ്സാരമായി കാണും. അതുകൊണ്ട് സ്വയം വിലമതിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ശബ്ദം തിരിച്ചറിയുക. നിങ്ങളുടെ സന്തോഷത്തിന് മുൻഗണന നൽകുക. ഞാൻ ചെയ്തത് നല്ലതിന്, ചെയ്യുന്നതും നല്ലതിന്, വരാനിരിക്കുന്നതും നല്ലതിന്. ഈ ചിന്തയോടെ പൂർണ്ണമായ വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടി ജീവിതം ജീവിക്കുക.
പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യമാണ് അവന്റെ ജീവിതത്തിൽ വലുതാകുന്നത്. അതുകൊണ്ട് ഭയം, ദുഃഖം, അസൂയ എന്നിവയെക്കുറിച്ചല്ല, മറിച്ച് ആത്മവിശ്വാസം, സംതൃപ്തി, സ്നേഹം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ നാവികൻ നിങ്ങൾ തന്നെയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, നിങ്ങളുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കുക, ധൈര്യത്തോടെ മുന്നോട്ടു പോവുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ എന്നെ ശ്രവിച്ചതിന് വളരെയധികം നന്ദി.